പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കീം 2024 കാൻഡിഡേറ്റ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് പ്രൊഫോമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒരു തെറ്റുകാരനാണ്, അതായത് ഇത് എനിക്ക് മെമ്മോ വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു പുതിയ ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഡൗൺലോഡ് പ്രൊഫോമോ എന്ന് പറയുന്നത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് പ്രൂവ് നാറ്റിവിറ്റി കേരള സ്റ്റേറ്റ് അങ്ങനത്തെ കുറേ സർട്ടിഫിക്കറ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിനി പുതുതായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ, ഞാനിത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടുകൾ കുറേ ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതാരും പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല, ഇതെല്ലാവർക്കും വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ മെമോ വന്ന ആളുകൾക്ക് അവർക്ക് പുതുതായിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ തിരിച്ച് വീണ്ടും റിജക്ഷൻ വരുന്ന സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പുതിയത് പറയാൻ നാറ്റിവിറ്റീൻ്റെ സർട്ടിഫിക്കറ്റ് റിജക്ഷൻ വന്നതിന് ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്തപ്പോൾ അത് വീണ്ടും റിജക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫോമാറ്റ് അത് എന്ത് ചെയ്തു, ഇവർ തന്നെ CE തന്നെ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ പൂരിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിജക്ഷൻ വരത്തില്ല. നമ്മളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കുറേ ആളുകൾക്ക് മെമ്മോ വന്നിരുന്നു. ആ മെമ്മോ വന്നതിന് ശേഷം അവർ വീണ്ടും അപ്ലോഡ് ചെയ്തപ്പോൾ വീണ്ടും അത് കറക്ഷന് വേണ്ടിയിട്ട് വീണ്ടും മെമ്മോ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സുമായിട്ടുള്ളൊരു മിസ്മാച്ചിങ് ആയിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ഇവരുടെ പ്രോസ്പെക്ടസിലൊരു നാറ്റിവിറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ഫോർമാറ്റാണ് ഇപ്പോൾ ഇവർ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഡൗൺലോഡ് പ്രൊഫോമോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ റിജക്ഷൻ വന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മെമ്മോ വന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, നാറ്റിവിറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് SLC കൊടുക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. അതിന് പുറമെ അതൊന്നും ഒരു മിസ്മാച്ചിങ് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫോർമാറ്റ് അത് ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റിജക്ഷൻ വന്ന ആളുകൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോർമാറ്റുകൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് എല്ലാവരും ചെയ്ത് കൊടുക്കേണ്ട ഒന്നുമല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിജക്ഷൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് EWS സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് തോന്നുന്നു. ഒരുപാട് ആപ്ലിക്കേഷൻ ഈ വർഷം EWSലുണ്ട്. എല്ലാവരും ചെയ്തതെന്ന് വെച്ചാൽ അക്ഷയയിൽ നിന്നൊരു ഫോർമാറ്റ് വാങ്ങിച്ച് അത് നേരെ വില്ലേജ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുക ചെയ്തത്. പക്ഷേ ഇവർ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു EWSൻ്റെ ഫോർമാറ്റ് അവിടെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ടെന്ന ആ ഒരു ഫോർമാറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പലർക്കും റിജക്ഷൻ വരാനുള്ള റീസൺ ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫോർമാറ്റിലല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം അങ്ങനെ റിജക്ഷൻ വന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയുമെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ഫില്ല് ചെയ്ത് വില്ലേജ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിച്ച് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഡൗൺലോഡ് പെർഫോമയുടെ താഴെ തന്നെ അപ്ലോഡ് NRI ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ പലർക്കും ഉണ്ടായിരുന്ന സംശയമായിരുന്നു, ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് NRIക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് എന്തുകൊണ്ട് വന്നു, എൻ്റെ ആപ്ലിക്കേഷന് NRI ആഡ് ചെയ്ത് വന്നിട്ടുണ്ടോ, അതുകൊണ്ട് നീ പ്രശ്നമുണ്ടോ എന്നുള്ള കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ഇത് ആക്ച്വലി വന്നിട്ടുള്ളത് NRI ആവശ്യമുള്ള ആളുകൾക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മാത്രമാണ്. ഇതിൽ മറ്റുള്ളവരെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക എന്ന് മാത്രമേ ചെയ്താൽ മതി. അതിന് മുകളിൽ നേരത്തെ പറഞ്ഞ തന്നെ ഡൗൺലോഡ് പെർഫോമോ അതിൽ മെമ്മോ വന്ന ആളുകളെ ജസ്റ്റ് എന്ത് ചെയ്യാം, പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഫോർമാറ്റുകളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവർ മെമ്മോ വരാത്തവർ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ ഇമെയിലും ചെക്ക് ചെയ്യണം. ഇമെയിലിലൂടെ പലർക്കും അതിൻ്റെ ഒരു കറക്ഷൻ്റെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്യുക. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഒരുപാട് പേർക്കുള്ള മറ്റൊരു സംശയമാണ്, ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് EWS എന്ന് കൊടുത്തിരുന്നു അല്ലെങ്കിൽ NCL എന്ന് കൊടുത്തിരുന്നു, പക്ഷേ എനിക്കിപ്പം ഞാൻ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം റിജക്റ്റ് ചെയ്തു. ഈ ഒരു ടൈം ലൈനുള്ളിൽ ഇപ്പം ഡെഡ് ലൈൻ്റെ ഉള്ളിൽ തന്നെ എനിക്കതിൻ്റെ പുതിയതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും സംഭവിക്കുമോ, അലോട്ട്മെൻറ്റിനെ അത് ബാധിക്കുമോ, അഡ്മിഷൻ കിട്ടാതെ പോകുമോ എന്ന് കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ NCLന് അപ്ലൈ ചെയ്തു, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് റിജക്റ്റ് ചെയ്താൽ വെച്ചാൽ അത് അലോട്ട്മെൻറ്റിനെ ഒന്നും നിങ്ങൾ ബാധിക്കാൻ പോകുന്നില്ല. പകരം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ കിട്ടാതെ പോകും. നിങ്ങളെ ജനറൽ കാറ്റഗറി ആയിട്ട് പരിഗണിക്കും. ആ ജനറൽ കാറ്റഗറി ആയിട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും അഡ്മിഷൻ പ്രോസസ്സിലോട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.